തൂങ്ങി കിടക്കുക. ഭാര്യമാരെ തല്ലുന്ന എന്റെ ചെറുപ്പക്കാരോട്, വേദനിപ്പിക്കുന്ന ചെറുപ്പക്കാരോട്, പൊന്നുമോനെ, നിന്റെ വിവാഹ ദിവസം നിനക്ക് ഓർമ്മയുണ്ടോ? നിന്റെ വിവാഹ ദിവസം നാട്ടുകാരെ മുഴുവനും വിളിച്ചുകൂട്ടി പള്ളിയിലെ കാളിയാര് നിന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ വാപ്പ നിന്റെ കയ്യിൽ പിടിച്ചിട്ട് പറഞ്ഞു തന്ന ഒരു രംഗം നിനക്ക് ഓർമ്മയുണ്ടോ? എന്തേ പറയണത്? പള്ളിയിലെ ഖത്തീബ് ഉസ്താദ് പിടിച്ചിട്ട് വാപ്പയുടെയും ചെറുപ്പക്കാരന്റെ വിവാഹ പയ്യന്റെയും കയ്യിൽ ഇങ്ങനെ മുറുകെ പിടിച്ചിട്ട് പറഞ്ഞു തരും, ഉസവ്വിജുക അലാ മാ അമറല്ലാഹു തആല ബിഹി മിൻ ഇംസാകിൻ ബിമഅറൂഫിൻ ഔ തസ്രീഹിൻ ബിഇഹ്സാൻ. അതിന്റെ അർത്ഥം അറിഞ്ഞിരുന്നെങ്കിൽ ഒരിക്കലും ഈ പാവപ്പെട്ടവളെ നീ തല്ലൂല. അതിന്റെ അർത്ഥം അറിഞ്ഞിരുന്നെങ്കിൽ നിന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ മുഖത്തടിക്ക, അവളുടെ മുമ്പിൽ നിനക്കൊന്ന് കൈവക്കാനുള്ള ധൈര്യമുണ്ടാകില്ല. എന്തേ പറഞ്ഞു തരുന്നത്? നിന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ വാപ്പ നിന്റെ കയ്യിൽ പിടിച്ചിട്ട് പറയുന്ന, പൊന്നുമോനെ, 18 കൊല്ലം ഈ പാവപ്പെട്ടവളെ ഞാൻ നല്ല പോലെ വളർത്തി. എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിൽ 18, 19, 20 വർഷക്കാലം പൊല്ലുപോലെ ഞാൻ ഈ പോളെ നോക്കിയടാ ചെറുപ്പക്കാരാ. പൊന്നുമോനെ, നിന്റെ കയ്യിലേക്ക് നീ തരുന്ന മഹറിന് പകരം ഞാൻ നിന്റെ കയ്യിലേക്ക് വെച്ച് തരികയാണ്. ചെറുപ്പക്കാരാ, എന്റെ പൊന്നുമോൾക്ക് എന്തെങ്കിലും തെറ്റ് വന്നു പോയാ, എന്റെ പൊന്നുമോൾക്ക് എന്തെങ്കിലും ഒരു ന്യൂനത വന്നു പോയാ, പൊന്നുമോനെ നീ ക്ഷമിക്കണേ, എന്നിട്ട് അവക്ക് നീ തിരുത്തി കൊടുക്കണേ. ഓരോ ഭാര്യയുടെ വാപ്പയും കയ്യിൽ പിടിച്ചിട്ട് തന്റെ മരുമകനോട് പറയുന്നു, മോനെ, എന്റെ പൊന്നുമോൾക്ക് എന്തെങ്കിലും തെറ്റുവന്നു പോയാ, ഇവൾ അനുസരണക്കേട് കാണിച്ച, ഇവള് കുരുത്തക്കേട് കാണിച്ച, നീ ക്ഷമിക്കണേ, ഇവൾക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കണേ. അല്ലാതെ എന്റെ പൊന്നുമോളത്തല്ലല്ലേ. നിനക്ക് സുഖിച്ച് സുഖിച്ച് അവസാനം ഇവളെ വേണ്ടെന്ന് തോന്നുമ്പോ ഇവളെ നീ കെട്ടിത്തൂക്കല്ലേ, അടുക്കളക്കകത്തിട്ട് ചവിട്ടിത്തേക്കല്ലേ. എടാ, നിനക്കെന്റെ പൊന്നുമോളെ വേണ്ടെന്ന് തോന്നുമ്പോ ഇതുപോലെ എന്റെ പൊന്നുമോളെ എന്റെ കയ്യിലേക്ക് തന്നെ തിരിച്ചു തരണേ. നിറകണ്ണുകളോടെ നിന്റെ ഭർത്താവിന്റെ വാപ്പ, നിന്റെ ഭാര്യയുടെ വാപ്പ നിന്റെ കയ്യിൽ പിടിച്ചിട്ട് പറഞ്ഞത്, എന്റെ പൊന്നുമോളെ നിനക്ക് വേണ്ടെന്ന് തോന്നുമ്പോ നീ കൊന്നു കളയല്ലേ, ചവിട്ടിത്തേക്കല്ലേ, ആ പാപത്തിന് കണ്ണീര് കുടിപ്പിക്കല്ലേ. നിനക്കിവളെ വേണ്ടെന്ന് തോന്നുമ്പോ എന്റെ കയ്യിലേക്ക് തിരിച്ചു തരണേ എന്ന് നിന്റെ ഭാര്യയുടെ ഉപ്പ നിന്നോട് പറഞ്ഞു തരുന്നത്. ഉസവ്വിജുക അലാ മാ അമറല്ലാഹു തആല ബിഹി മിൻ ഇംസാകിൻ ബിമഅറൂഫിൻ ഔ തസ്രീഹിൻ ബിഇഹ്സാൻ. എന്റെ ചെറുപ്പക്കാരാ, ഭാര്യ അടിക്കണമെന്ന് തോന്നുമ്പോ നീ ഇതൊന്ന് ചിന്തിച്ചാ മതി. എടാ, നിനക്കതിന്റെ വേദന അറിയണമെങ്കിൽ നിനക്കും ഒരു മകളുണ്ടായി, ആ മകളെ മറ്റൊരുത്തനെ കെട്ടിച്ചു വിട്ട് അവൻ തല്ലുമ്പോളെ അതിന്റെ വേദന നിനക്ക് തിരിച്ചറിയൂ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട്, എന്റെ പ്രിയമുള്ള പെണ്ണെ, നിനക്കെത്തിരി അഹങ്കാരം കൂടുതലാ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള്, അള്ളാഹുവിന്റെ പ്രവാചകനുണ്ടല്ലോ, തന്റെ പൊന്നുമകളോട് വിവാഹത്തിന്റെ രാത്രിയിൽ പറഞ്ഞു കൊടുത്തതാ. അള്ളാന്റെ റസൂല് പറയുന്നു, ഫാത്തിമ അഹങ്കരിക്കല്ലേ, ഫാത്തിമ അഹങ്കരിക്കല്ലേ, അള്ളാഹു നിനക്ക് ദാരിദ്ര്യം തരുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പഠിപ്പിക്കുമ്പോ, പാവപ്പെട്ട കുടുംബത്തിൽ നിന്ന് കേറി വന്ന പെണ്ണെ, നിനക്കൊരു നല്ല ഭർത്താവിന് കിട്ടി, നിന്റെ ഭർത്താവിന് നല്ലൊരു ജോലി കിട്ടി, നല്ല ഒരു വീട് വന്നു, നിനക്ക് അഹങ്കാരം കിട്ടി. ഇന്ന് പ്രവാസികൾ മുഴുവനും വല്ലാത്ത കണ്ണീരിലാ. കാരണമെന്തേ? കാരണമെന്തേ? ഗൾഫുകാരന്റെ ഭാര്യ മണ്ണാർക്കാടിനെ വിറപ്പിച്ചുകൊണ്ട് നടക്കുകയല്ലേ. അവള് തറയിലല്ലോ, അവള് തറയിലല്ലോ. പെണ്ണെ, അള്ളാന്റെ റസൂല് പറയുന്നു, നീ അഹങ്കരിച്ച അള്ളാഹു നിനക്ക് ദാരിദ്ര്യം തരികയാ, അള്ളാഹു നിനക്ക് ദാരിദ്ര്യം തരികയാ. എന്റെ പ്രിയപ്പെട്ട പെണ്ണെ, ഭർത്താവിന്റെ അനുവാദമില്ലാതെ നിന്റെ വീടിന്റെ വെളിയിലേക്ക് ഇറങ്ങില്ലേ. നിന്റെ വീടിന്റെ വെളിയിലേക്ക് ഭർത്താവിന്റെ അനുവാദമില്ലാതെ നീ ഇറങ്ങിയ ഈ പ്രപഞ്ചത്തിലുള്ള സർവ്വ വസ്തുക്കളും നിനക്കെതിരെ ദുആ ചെയ്യുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പഠിപ്പിക്കുമ്പോ, എന്റെ പ്രിയപ്പെട്ട പെണ്ണുങ്ങളെ, സഹോദരിമാരെ, അഹങ്കാരം കുറയ്ക്കുമോളെ, അഹങ്കാരം കുറയ്ക്കുമോളെ. നിസ്കരിച്ചോ, ഖുർആൻ ഓതിക്കോ, ദിക്റുകൾ പറഞ്ഞോ, സലാത്തുകൾ പറഞ്ഞ് ഒരു മുസ്ലിം പെണ്ണിനെ പോലെ ജീവിക്ക്. ഇല്ലെങ്കിൽ അല്ലാഹ് നിനക്ക്
താങ്ങാൻ കഴിയാത്ത വേദന തരും പൊന്നുമോളെ. ഗൾഫിൽ കിടക്കുന്ന ഭർത്താവ്, അല്ലാഹുവേ ഒരു ദിവസം അതാ നിന്റെ വീടിന്റെ മുന്നിൽ പെട്ടിക്കകത്ത് കൊണ്ട് നിറച്ചു തരും പൊന്നുമോളെ. ഗൾഫിൽ കിടക്കുന്ന നിന്റെ ഭർത്താവുണ്ടല്ലോ, ആ മനുഷ്യനെ പെട്ടിക്കകത്ത് അടച്ചിട്ട് നിന്റെ വീടിന്റെ മുന്നിൽ കൊണ്ടുവച്ചിട്ട് അല്ലാഹു നിന്നെ വല്ലാതെ കരയിപ്പിക്കും പെണ്ണേ. 2 ആഴ്ചകൾക്ക് മുമ്പ് തിരുവനന്തപുരം എയർപോർട്ടിൽ പോയവർക്കറിയാ, അല്ലാഹുവേ എന്റെ വീട്ടിലൊരു കുടുംബം വന്നു. രാത്രി 3 മണിക്ക് ഞാൻ അവരെ കൊണ്ടുപോയി എയർപോർട്ടിൽ ഇറക്കിയിട്ട് പാർക്കിംഗ് ചെയ്യാൻ വണ്ടിയുമായി പാർക്കിംഗ് ചെയ്യുന്ന സ്ഥലത്ത് ചെന്നിട്ട് വണ്ടിയിൽ നിന്നിറങ്ങുമ്പോ അല്ലാഹുവേ ഒരു വാപ്പ തോർത്തു വിരിച്ചിട്ടിരുന്ന് നിസ്കരിക്കുകയാ. രാത്രി 3:10 അല്ലാഹുവേ വണ്ടി പാർക്ക് ചെയ്യുന്ന സ്ഥലത്തൊരു വാപ്പ തോർത്ത് വിരിച്ചിട്ട് വെളുപ്പാങ്കാലത്ത് 3:10 കരഞ്ഞുകൊണ്ട് നിസ്കരിക്കുന്നു. സുജൂദിൽ കിടന്ന് വല്ലാതെ കരയുകയാണ്. അല്ലാഹുവേ ആൾക്കാരിങ്ങനെ കൂടി നിൽക്കുന്നു. ഒരു ആംബുലൻസ് ഇങ്ങനെ കിടക്കുന്നു. പടച്ചവനെ, ഞാൻ അടുത്ത് നിൽക്കുന്ന മനുഷ്യനോട് ചോദിച്ച്, എന്താ ഈ ഉപ്പ ഇങ്ങനെ കിടന്ന് കരയുന്നത്? എന്റെ പ്രിയമുള്ള പെണ്ണ്, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, അടുത്ത മാസം 15-ാം തീയതി വിവാഹമുറപ്പിച്ച 28 വയസ്സുള്ള പൊന്നുമോൻ അടുത്ത മാസം നവംബർ 15-ന് വിവാഹമാ. അല്ലാഹുവേ ആ പൊന്നുമോൻ 28 വയസ്സുണ്ട്. അല്ലാഹുവേ ആ പൊന്നുമോന്റെ വാപ്പ നിസ്കരിച്ചിട്ട് കാത്തിരിക്കുന്നത് തന്റെ പൊന്നുമോന്റെ മയ്യത്തിങ്ങനെ കൊണ്ടുവരികയാ. അല്ലാഹുവേ ഞാനിങ്ങനെ നോക്കി നിൽക്കുമ്പോ ഈ വാപ്പ പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്തിട്ട് എനിക്ക് ക്ഷമ തരണേ അല്ലാ, എനിക്കിതിന് പകരം സ്വർഗം തരണേ അല്ലാ എന്ന് സുജൂദിൽ കിടന്ന് കരഞ്ഞ് ദുആ ചെയ്തിട്ട് അല്ലാഹുവേ എഴുന്നേക്കുമ്പോ പടച്ചവനെ എയർപോർട്ടിന്റെ കവാടം തുറന്നിട്ടൊരു പെട്ടി ഇങ്ങനെ വെളിയിലേക്ക് തെള്ളുകയാ. ആംബുലൻസിനകത്തേക്ക് 28 വയസ്സുള്ള വിവാഹമുറപ്പിച്ച ചെറുപ്പക്കാരന്റെ ജനാസ കയറുമ്പോ, പെണ്ണെ അഹങ്കരിക്കല്ലേ പൊന്നുമോളെ, അല്ലാഹനെ മറക്കല്ലേ. അല്ലാഹു നിന്നെ ഇതുപോലെ കരയിപ്പിക്കുമെന്ന് പ്രവാചകം പഠിപ്പിക്കുമ്പോ പാതിരാത്രി ഒരുമിച്ച് കൂടിയവരോട് പണത്തിന്റെ കൊഴുപ്പ് കാണിക്കരുത്, അഹങ്കാരം കാണിക്കരുത്. പലിശക്കെടുത്തിട്ടാണെങ്കിലും വീടിന്റെ പ്രമാണം ബാങ്കിൽ കൊണ്ടുവച്ചിട്ട് ലോൺ എടുത്തിട്ടാണെങ്കിലും എന്റെ വിവാഹം ആർഭാട വിവാഹമാക്കണമെന്ന് ആഗ്രഹിക്കുന്നവരോട്, സ്ത്രീധനം ചോദിച്ചു വാങ്ങുന്ന നട്ടലില്ലാത്ത ചെറുപ്പക്കാരോട്, പൊന്നുമോനെ എല്ലാം നഷ്ടപ്പെട്ട് ഒന്നുമില്ലാതെ പള്ളിക്കാട്ടിലേക്ക് വെള്ളത്തുണിയിൽ പൊതിഞ്ഞു പോകുന്ന ദിവസത്തെക്കുറിച്ച് ഓർക്ക് ചെറുപ്പക്കാരാ. അതുകൊണ്ട് ഈ പാതിരാത്രി ഒരുമിച്ച് കൂടിയവരോട്, അല്ലാഹുവേ ഈ നവദമ്പതികളുണ്ടല്ലോ, വിവാഹ ജീവിതത്തിലേക്ക് കിടക്കുന്ന ഈ ചെറുപ്പക്കാർക്ക് അല്ലാഹുവേ ഇങ്ങനെ ഒരു പുണ്യമായ പ്രവൃത്തി നടത്തിയ ഈ സദസ്സിലിരുന്നിട്ട് അവന്റെ ജീവിതത്തിലും നമ്മുടെ ജീവിതത്തിലും സന്തോഷവും സമാധാനവും കിട്ടാതെ ആത്മാർത്ഥമായി 3 സ്വലാത്ത് പറഞ്ഞു ദുആ ചെയ്ത് പിരിയാ. അല്ലാഹുവേ ഈ സദസ്സിന്റെ ബർക്കത്ത് കൊണ്ട് നിങ്ങളുടെ ദുആ സ്വീകരിക്കണേ അല്ലാ. നിങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയ സർവാപരാധങ്ങളും ഈ മജ്‌ലിസിന്റെ ബർക്കത്ത് കൊണ്ട് പുറത്തു തരണേ അല്ലാ. നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും നീ ഞങ്ങൾക്ക് തരണേ അല്ലാ. നാളെ നിന്റെ സ്വർഗത്തിൽ ഈ ദുനിയാവിലൊരു കൂരയ്ക്ക് കീഴില് പട്ടിണിയും പരിപട്ടവുമാണെങ്കിൽ പരസ്പരം മനസ്സിലാക്കി സ്നേഹത്തോടെ ജീവിച്ചതുപോലെ നാളെ നിന്റെ സ്വർഗത്തിലും ഒരുമിച്ച് കൂടാൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം തരണേ അല്ലാ. ഈ ഒരുമിച്ച് കൂടൽ അതിനൊരു സബബാക്കണേ അല്ലാ. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് സമയം 11:15 ഇൻഷാ അല്ലാഹ് നമുക്കൊരു 3 സ്വലാത്ത് പറഞ്ഞ് ദുആ ചെയ്ത് പിരിയാം. ഇൻഷാ അല്ലാഹ് പിരിഞ്ഞൂടെ? മതിയല്ലോ സുലൈമാക്ക? ഇൻഷാ അല്ലാഹ് രാവിലെയൊക്കെ പോയിട്ടല്ലേ? ഇൻഷാ അല്ലാഹ് എല്ലാവരും എഴുന്നേക്ക്. ഇൻഷാ അല്ലാഹ് പെട്ടെന്ന് അടുത്ത ദിക്ക് ആണുങ്ങളൊക്കെ ഇങ്ങോട്ട് അടുത്ത് വാപ്പ. ഇൻഷാ അല്ലാഹ് ഒരു നല്ല മജ്‌ലിസ് അല്ലേ? അൽഹംദുലില്ലാഹ്. വാജറുപ്പക്കാരാ ഇങ്ങോട്ട് വാ. ബിസ്മില്ലാ. പെട്ടെന്ന് ഇൻഷാ അല്ലാഹ് കേറിക്കോ. ദുആ ചെയ്ത് വെള്ളായി ഒരു ചെറിയ കുട്ടി ഇവിടെ പരിസരത്ത് ഇവിടെ ഉള്ള ഒരു പാമ്പ് കടിച്ചിട്ട് ഐസിവിലാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ പൊന്നുമോൻ അള്ളാഹു ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവേ ഈ മജ്‌ലിസിന്റെ ബറക്കത്ത് കൊണ്ട് നീ ശിഫാ നൽകണേ റഹ്മാനെ. അള്ളാഹുവേ പടച്ചവനെ ആ കുടുംബത്തെ ആ സഹോദരൻ ആ പൊന്നുമോന്റെ മാതാപിതാക്കൾക്ക് നീ ക്ഷമ നൽകണേ തമ്പുരാനെ.
അല്ലാഹുവേ എല്ലാം മാറി സന്തോഷത്തോടെ തന്റെ വീട്ടിൽ വന്ന് കളിച്ചും ചിരിച്ചും ജീവിക്കാൻ ആ പൊന്നുമോന് നീ ഭാഗ്യം നൽകണേ തമ്പുരാൻ. ഇൻഷാ അല്ലാഹ് ഒരു 3 സ്വലാത്ത് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അല്ലാഹു ഈ സലാത്തിന്റെ ബർക്കത്തുകൊണ്ട് നമ്മുടെ ദുആ അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ്. അപ്പൊ എന്താ ഒരു സമ്മാനം പറഞ്ഞു തരാ? വിവാഹത്തിന് സമ്മാനം കൊടുക്കണമെന്നല്ലേ? വിവാഹത്തിന് സമ്മാനം കൊടുക്കണമെന്നാ. ഇപ്പൊ എന്ത് സമ്മാനാ തരാ? ഇപ്പൊ ഈ ദിവസം എന്തായാലും എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ചില ചെറുപ്പക്കാര് പറയും, എന്ത് ചെയ്യാനാ ഉസ്താദ്, ഓടിങ്ങനെ ആയിപ്പോയില്ലേ? മക്കളെ നോക്കിയിട്ട് വാപ്പ പറയും,